Hi all. In this video, I am going to explain some important topics from the paper titled Film Studies in BA S6 syllabus. We can start it. That module 3 titled Film Studies in Context Indian Cinema. Okay, first of all, we can start with the beginning of India cinema till to 1940s. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ത്യൻ ഫിലിം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മെൻഷൻ ചെയ്യേണ്ട പേരാണ് ലൂമിയ ബ്രദേഴ്സ്. അവരിലൂടെയാണ് ഇത് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ലൂമിയ ബ്രദേഴ്സ് ഇൻവെൻറ്റഡ് ദി 3-in-1 സിനിമാറ്റോഗ്രഫി. അത് ഇന്ത്യയിലേക്ക് വരുന്നത് 1896 ഓക്കെ. ആൻഡ് ദി ഫസ്റ്റ് മോഷൻ ഫിലിം എന്ന് പറയുന്നത് ദ റെസ്ലേഴ്സ് എന്ന ഫിലിമാണ്. അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഒരു റെസ്ലിംഗ് മാച്ച് അറ്റ് ഹാങ്ങിങ് ഗാർഡൻസ് മുംബൈ. അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു റെക്കോർഡിങ് നടന്നിരിക്കുന്നത്. ആൻഡ് അതേ ഇയറിൽ തന്നെ വേറൊരു ഷോർട്ട് ഫിലിമും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ഷോർട്ട് സൈലൻറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോക്യുമെൻ്ററി ഫിലിം മാൻ ആൻഡ് മങ്കി. ഇനി ഇന്ത്യൻ സിനിമയുടെ നെക്സ്റ്റ് ഒരു ടേണിംഗ് പോയിൻ്റാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ്. ഇന്ത്യാസ് ഹയസ്റ്റ് അവാർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സിനിമയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ആ ഒരു അവാർഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? ഒരു സ്വർണ്ണ കമ്മൽ അഥവാ ഒരു ഗോൾഡൻ ലോട്ടസ്, ഒരു മെഡലുണ്ട്, ഒരു ഷോൾ ഉണ്ടാവും, പിന്നെ ഒരു ക്യാഷ് പ്രൈസ് ഓഫ് 10 lakh rupees. ഇത്രയുമാണ് ആ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൽ ഉണ്ടാവുന്നത്. ഇനി ആദ്യമായിട്ട് ഫസ്റ്റ് റെസിപ്പിയൻറ്റ് ഓഫ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്ന ആൾ ദേവിക റാണിയാണ്. ഓക്കെ. ആൻഡ് ഇൻ 2023 വഹീദ റഹ്മാൻ, ദെൻ 2024 ഷാറുഖ് ഖാൻ, ഇനി 2025 മോഹൻലാലിന് വളരെ റീസെൻ്റായിട്ട് കിട്ടിയത്. ഓക്കെ. ഫസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് രാജ ഹരിചന്ദ്രയാണ്. ഓക്കെ. ആൻഡ് ദിസ് ഇസ് ഇൻസ്പയർഡ് ആഫ്റ്റർ വാച്ചിങ് എ ഫ്രഞ്ച് സൈലൻറ്റ് ഫിലിം ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇൻ 1906. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇറക്കിയൊരു ഫ്രഞ്ച് സൈലൻറ്റ് ഫിലിമാണ് ഇത് രാജ ഹരിചന്ദ്ര. ഗോവിന്ദ് ഫാൽക്കെ ആണ് ഇത് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് സൈലൻറ്റ് ഫിലിം ഈസ് രാജ ഹരിചന്ദ്ര. And this film is based on a legend of King Harichandra from Hindu epic Ramayana. Okay, due to social norms, male actors played female role in this film. Female റോളും ചെയ്തത് ആര് തന്നെയാണ്? മെയിൽ ക്യാരക്ടേഴ്സ് തന്നെയാണ്. And Falke uses innovative camera techniques in this film. And this movie was a commercial success, running for 23 weeks in Mumbai. And this film is preserved by National Film Archive of India, NFAI. And this movie had English, Hindi and Marathi title cards. And next is the first talkie or sound film of India എന്ന് പറയുന്നത് അലം എറ. നെക്സ്റ്റ് ഇന്ത്യൻ സിനിമ ഇൻ 1930s എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അലം എറയ്ക്ക് മുന്നേ വരെയുള്ള കാര്യങ്ങൾ നമുക്കവിടെ എഴുതാനായിട്ട് പറ്റും. ഇന്ത്യൻ സിനിമ വാസ് ഇൻസ്പയർഡ് ബൈ പുരാണാസ് ആൻഡ് മിത്തോളജിക്കൽ ടെയിൽസ്, റൈറ്റ്? ആൻഡ് ദർ ഇസ് എ ഗ്രാജുവൽ ഷിഫ്റ്റ് ഹാപ്പൻ ഡ്യൂറിങ് 1930s and early 1940s. And the dialogues in silent era were portrayed using intertitles or title cards. ആ ടൈറ്റിൽ കാർഡ്സ് ഒക്കെ കൂടുതലും ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി ലാംഗ്വേജിലൊക്കെയായിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. ക്യാമറ ടെക്നിക്സ്, ഗ്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ് were there, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് such as പിയാനോ, വയലിൻ, ഹാർമോണിയം, തബല ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസേഴ്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്യണം. ദേ വെർ ലൈവ് പെർഫോമേഴ്സ്. ആൻഡ് ദ ഫിലിംസ് സച്ച് ആസ് വിഗത കുമാരൻ, സൂര്യപ്രഭ, ലങ്ക, ദേവദാസ്, those are the films. And the Alam era was released in 1931, marking the beginning of sound era.
ഓക്കെ, ഇന്ത്യൻ സിനിമയുടെ ഫീച്ചർ 1930 വരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അലം എറ ഫിലിമിന് മുന്നേ വരെയുള്ള ഡീറ്റെയിൽസാണ് നമ്മളവിടെ എഴുതേണ്ടത്. അലം എറ റിലീസ് ചെയ്യുന്നത് 1931. ഇറ്റ്സ് എ സൗണ്ട് ഫിലിം. സൗണ്ട് ഫിലിമിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് എഴുതാം. 1940s ഫിലിമിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാനും പറയുമ്പോൾ അലം എറ, കളർ വന്നു, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിം, അതൊക്കെ ഒന്ന് ചേഞ്ചായി കുറച്ചുകൂടെ ഒന്ന് വൈഡനായി ആ ഒരു ഇൻഡസ്ട്രി, അതെഴുതാം. ഇനി 1940s ഇന്ത്യൻ സിനിമയുടെ അത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ തീംസ് കൂടുതലും അൺടച്ചബിലിറ്റി, ദ വിമൻ ഓപ്പറേഷൻസ് ആൻഡ് സഫറിങ്സ്, അതൊക്കെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ട്രേസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമ ഫ്രം ദ ബിഗിനിങ് ടു 1940s വരെ പറയുമ്പോൾ ചോദിച്ചാൽ, ഇൻ കേസ് എനി ക്വസ്റ്റ്യൻസ് കെയിം ഫ്രം ദറ്റ് ഫീൽഡ്, യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ഫ്രം ഫസ്റ്റ് ലൂമിയ ബ്രദേഴ്സ് മുതലുള്ള കാര്യങ്ങൾ എഴുതാം. അതിൽ ഇപ്പോഴത്തെ കാര്യങ്ങളും എല്ലാം എഴുതാം. ഓക്കെ, ആഫ്റ്റർ ദി സൈലൻറ്റ് എറ എമേർജ് ഏജ് ഓഫ് സൗണ്ട് ഇൻ ദി സിനിമ, അതെല്ലാം എഴുതാനായിട്ട് പറ്റും. ഫസ്റ്റ് ടോക്കി സൗണ്ട് ഫിലിം ഓഫ് ഇന്ത്യ ആൻഡ് ഹാഡ് എ ആഡ് ലൈൻ ഓൾ ടോക്കിംഗ് സിംഗിങ് ആൻഡ് ഡാൻസിങ് പ്രിൻറ്റഡ് ഇൻ ഇറ്റ്സ് പോസ്റ്റേഴ്സ്. എല്ലാ ഫിലിംസിനെ കുറിച്ചിട്ടും എല്ലാ ഡിസ്ക്രിപ്ഷനും എഴുതാനായിട്ട് പറ്റും. സൗണ്ട് എറ, അതിന് മുന്നത്തെ കാര്യങ്ങൾ എല്ലാം ചേർത്തിട്ട് ആ ഇതിൽ നിന്നും എഴുതണം. ഇനി സൈലൻറ്റ് എറയ്ക്ക് ശേഷമാണ് ഏജ് ഓഫ് സൗണ്ട് ഇൻ ഇന്ത്യ സിനിമ വരുന്നത്, അല്ലേ? അതിനെ നമുക്ക് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. പാരലൽ സിനിമ ഓർ ന്യൂ ഇന്ത്യൻ സിനിമ വാസ് എ 1950s ഫിലിം മൂവ്മെൻറ്റ് ആണ്. And Shyam Benegal is often regarded as the pioneer of parallel cinema എന്ന് അറിയപ്പെടുന്നത്. And Italian neo-realism inspired Indian parallel cinema. And they rejected any sort of entertainment such as songs and dances in their film. അതൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. And they made a naked picture of the suffering. വളരെ പച്ചയായ രീതിയിൽ ആ ഒരു സഫറിങ്സൊക്കെ കാണിച്ചിരുന്നൊരു ഇതാണ്. And the 1950s time directors such as Mehboob Khan, Bimal Roy, Raj Kapoor, Guru Dutt ഒക്കെ ആയിരുന്നു ആ ഒരു ഇന്ത്യൻ സിനിമയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പദർ പാഞ്ചാലി ആ ഒരു ടൈമിൻ്റെ ആ ഒരു ഫിലിമിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഫസ്റ്റ് കളർ മൂവി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കിസാൻ കന്യാണ്, released in the year 1937, and the first 3D film produced in India is My Dear Kuttichathan. Okay, ഗോൾഡൻ എറ ഓഫ് മലയാളം സിനിമയുടെ ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബോളിവുഡ്, മലയാളം സിനിമ മോളിവുഡ്, ആൻഡ് എ ഗോൾഡൻ ഏജ് ഫ്രം ലേറ്റ് 1980s to early 1990s പറയാം. ആൻഡ് ദാറ്റ് പ്രോമിനൻറ്റ് ഫിലിംസ് ചിത്രം, വടക്ക് നോക്കി യന്ത്രം, തൂവാനത്തുമ്പികൾ, കിരീടം, അതൊക്കെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ ലിവിങ് തീംസ് ഉള്ള ഫിലിംസുകളായിരുന്നു. ആൻഡ് ചെമ്മീൻ directed by Ramu Karyat in the year 1965. It was the first South Indian film to receive President's Gold Medal for Best Film in Malayalam cinema. Then Elipathayam, directed by Adur Gopalakrishnan, released in the year 1981. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫേമസ് ഫിലിം സ്റ്റുഡിയോസ് ഇൻ കേരള വെച്ചിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതാൻ പറയുന്നത്. മോസ്റ്റ് പ്രോമിനൻറ്റ് സ്റ്റുഡിയോസ് ആണ് ചിത്രാഞ്ജലി, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1970. ദെൻ ഉദയ, ഫൗണ്ടഡ് ഇൻ 1948. നെക്സ്റ്റ് സ്റ്റുഡിയോ ഇസ് നവോദയ സ്റ്റുഡിയോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റുഡിയോസാണ്. അതിൻ്റെ ഒന്ന് കുറച്ച് ഡീറ്റെയിൽസ് നോക്കി വെച്ചിട്ട് എക്സാമിന് പോയാൽ കുറച്ച് നല്ലതായിരിക്കും. ഇൻ കേസ് ഷോർട്ട് നോട്ട് പോലെ ഒരു രാജാ ഹരിചന്ദ്ര, പദർ പാഞ്ചാലിയെക്കുറിച്ച്, മദർ ഇന്ത്യ, എലിപ്പത്തായം, ചെമ്മീൻ, അതിനെയൊക്കെ കുറിച്ചിട്ട് ചോദിച്ചാൽ നമ്മൾ നല്ല അവെയർ ആൻഡ് പ്രിപ്പയർഡ് ആയിരിക്കണം ഓരോ ഫിലിമിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽസ് എഴുതാനായിട്ട്. രാജാ ഹരിചന്ദ്രയെക്കുറിച്ച് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ മദർ ഇന്ത്യ is a film directed by Mehboob Khan in the year 1957. Mother India pictured class, caste and gender inequalities that dominated Indian society. അതിലൂടെ പോർട്രേ ചെയ്യുന്നത് ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടൊക്കെയാണ്. ഒരു റൂറൽ ഓ അർബൻ ലീവ്സ് ആണതിൽ കറക്റ്റ്
കറക്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ആൻഡ് മദർ ഇന്ത്യ ഈസ് എൻ എപ്പിക് ബ്ലോക്ക് ബസ്റ്റർ ഓഫ് എ ബ്രേവ് വുമൺ കോൾഡ് രാധ. So, Radha is considered as a mother of the village, and through this, she symbolizes women power in a community. പിന്നെ മദർ ഇന്ത്യ എന്ന ഫിലിമാണ് ഫസ്റ്റ് ഫിലിം ടു ബി നോമിനേറ്റഡ് ഫോർ അക്കാഡമി അവാർഡ് ഫോർ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആൻഡ് ദി മദർ ഇന്ത്യ is noted as one of the most outstanding film of post-independent era. Next film is എലിപ്പത്തായം. എലിപ്പത്തായം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ദി റാറ്റ് ട്രാപ്പ്. അത് റിലീസ്ഡ് ആകുന്ന ഇയർ 1981 ആണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ തേർഡ് ഫിലിം കൂടിയാണ് ഇത്. സ്വയംവരം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിം, കൂടിയാട്ടം സെക്കൻഡ്, ആൻഡ് എലിപ്പത്തായം ഈസ് തേർഡ്. ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഫസ്റ്റ് കളർ ഫിലിം കൂടിയാണ് ഇത്. Okay, and this film won the Kerala State Film Award for Best Film 1892. ഓരോ ഫിലിംസിലും അഭിനയിച്ചിരിക്കുന്നത് ആരാണ്, ആ ഒരു ഫിലിമിൽ അവരുടെ ക്യാരക്ടർ നെയിമൊക്കെ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത ഫിലിം ചെമ്മീൻ, directed by Ramu Kariyat in the year 1965, and this was a first South Indian film to receive President's Gold Medal for the best film in Malayalam cinema. ഇതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽസ് ഫിലിം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് എഴുതാനായിട്ട് പറ്റും. ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഷർമാൻ സേഫ്റ്റി ഇൻ ദ സീ ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് വൈഫ് ചേസ്റ്റി എന്നൊക്കെ ഉള്ളൊരു മിത്തിൻ്റെ ബേസിസിലുള്ളൊരു സ്റ്റോറിയാണ്. ആൻഡ് ദ തീം ഈസ് പോപ്പുലർ ലെജൻഡ് എമംഗ് ഫിഷർമെൻ കമ്മ്യൂണിറ്റീസ് റിഗാർഡിങ് എ വൈഫ് ചേസ്റ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ടുവാർഡ്സ് ആ ഹസ്ബൻഡ്. വൈഫ് ഇവിടെ ചേസ്റ്റായിട്ട് വളരെ ഇതായിട്ട് വെർച്വസ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ സീയിലേക്ക് പോയ ഹസ്ബൻഡ് തിരിച്ചു വരത്തുള്ളൂ എന്നൊക്കെയുള്ള സ്റ്റോറിയുടെ ബേസിസിൽ ഉള്ളൊരു ഫിലിമാണ്. തേർഡ് മൊഡ്യൂളിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നൊരു സെഷനാണ്. ബിക്കോസ് ഫിലിമിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട്. പിന്നെ ഫിലിംസിൻ്റെ പേരുകൾ, ഇയർ ഓഫ് പബ്ലിഷിങ് അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ നല്ല രീതിയിൽ ഈ ഒരു സെഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. Thanks for hearing.